إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ നൽകിയ മാസമാണ് റമദാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു മക്ക വിജയം നേടിക്കൊടുത്തത് റമദാൻ മാസത്തിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഖാദിസിയ യുദ്ധം വിജയിച്ചത് റമദാൻ മാസത്തിലാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് മസ്ജിദുൽ അഖ്സ തിരിച്ചു ലഭിച്ചത് റമദാൻ മാസത്തിലാണ്. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് നൽകിയ മഹാവിജയമാണ് ബദറിന്റെ വിജയം. റമദാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വിജയത്തിന്റെ കഥ, അതിൽപ്പെട്ടതാണ് ബദറിന്റെ കഥ എന്നുള്ളത്. എന്താണ് ബദർ? എന്തായിരുന്നു ബദറിന്റെ ലക്ഷ്യം? ബദറിൽ നിന്ന് ലഭിക്കപ്പെടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം ബദറുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ വളരെയധികം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ബദർ യുദ്ധം അത് നടക്കുന്നതിനുള്ള കാരണം അത് തൗഹീദ് മാത്രമാണ്. ഏതെങ്കിലും ഗോത്രങ്ങൾ തമ്മിലുണ്ടായ യുദ്ധം അല്ലായിരുന്നു ബദർ യുദ്ധം. സമ്പത്തോ അതുപോലെ തന്നെ അതിർത്തികളോ ആയിരുന്നില്ല ബദറിന്റെ ലക്ഷ്യം. ബദറിൽ പോരാടിയത് മകനും വാപ്പയും തമ്മിലാണ്. ബദറിൽ യുദ്ധമുണ്ടായത് സഹോദരങ്ങൾ തമ്മിലാണ്. ബദറിൽ പരസ്പരം പോരടിച്ചത് ഒരേ നാട്ടുകാരാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഭൗതികമായ എന്തെങ്കിലും ലക്ഷ്യമായിരുന്നില്ല ബദർ യുദ്ധത്തിന്റെ കാരണം എന്നുള്ളത്. മറിച്ച് ബദറിന്റെ ലക്ഷ്യം തൗഹീദ് മാത്രമായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ഫലാ തുഅബദു ഫിൽ അർദ്. അല്ലാഹുവേ, ഈ ചെറിയ സംഘം നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിനക്കു മാത്രമായി എല്ലാ ഇബാദത്തുകളും വകവച്ചു തരുന്ന ഈ ചെറിയ സംഘം, അതിനെ ഭൂമിയിൽ നിന്ന് നീ നശിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹ്, പിന്നീട് ഈ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്പത്തിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധമെങ്കിൽ അവിടുത്തെ മുന്നിൽ ഖുറൈശികൾ ഒരുപാട് സമ്പത്ത് മുന്നിൽ വച്ചിട്ടുണ്ട്, ഒരുപാട് പദവികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ലായിരുന്നു. ബദർ യുദ്ധം ഉണ്ടായിരുന്നത് അത് തൗഹീദിനു വേണ്ടിയാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബദറിൽ പോരാടിയത്, സ്വഹാബികൾ ബദറിൽ പോരാടിയത് ഇസ്ലാമിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അത് ഉന്നതിയിലാകുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് ചരിത്രം പഠിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ആദർശം തൗഹീദായിരുന്നു. പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പാടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും വിശ്വസിക്കുമ്പോൾ, അല്ല അല്ലാഹുവിന് പുറമെ അമ്പിയാക്കളെയും മൗലിയാക്കളെയും സാലിഹീങ്ങളെയും വിഗ്രഹങ്ങളെയും വിളിച്ചാരാധിക്കാം എന്ന വിശ്വാസമായിരുന്നു ഖുറൈശികളുടെ വിശ്വാസം. ഈ രണ്ട് വിശ്വാസങ്ങൾ തമ്മിൽ, ഈ രണ്ട് കക്ഷികൾ തമ്മിലാണ് ബദറിൽ പോരടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ബദർ യുദ്ധത്തിന്റെ ദിവസത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യൗമുൽ ഫുർഖാൻ എന്നാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ യുദ്ധം അത് ദീനിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. യൗമുൽ ഫുർഖാൻ എന്നാൽ സത്യവും അസത്യവും വേർതിരിക്കുന്ന, ശിർക്കിൽ നിന്ന് തൗഹീദിനെ വേർതിരിക്കുന്ന ദിവസം എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഫുർഖാൻ എന്ന് ബദർ യുദ്ധത്തിന്റെ ദിവസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹിജ്റ 2-ാം വർഷം ഒരു റമളാൻ 17 വെള്ളിയാഴ്ച ദിവസമാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്നും മക്കയിലേക്ക് മടങ്ങുന്ന ഒരു കച്ചവട സംഘം, അവരുടെ അരികിൽ 1000-ഓളം വരുന്ന ഒട്ടകങ്ങളുണ്ട്, 50,000-ലേറെ ദിർഹമുകളുണ്ട്. കച്ചവടം ചെയ്ത് അവർ മക്കയിലേക്ക് മടങ്ങുകയാണ്. അഷീറ എന്ന പ്രദേശത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ യാത്രാ സംഘത്തെ നഷ്ടപ്പെട്ടിരുന്നു. ഈ യാത്രാ സംഘം വലിയ സമ്പത്തുമായി മക്കയിലേക്ക് മടങ്ങി ചെന്നു കഴിഞ്ഞാൽ ഈ വലിയ സമ്പത്ത് മുസ്ലിമീങ്ങൾക്കെതിരിൽ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ അവർ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഹാദിഹി ഐറു ഖുറൈശ് ഫീഹാ അംവാലുഹും ഫഅഖ്രിജു ഇലൈഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോടും നിർബന്ധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഖുറൈശികളുടെ കച്ചവട സംഘമാണ്. ആ കച്ചവട സംഘത്തിൽ ഖുറൈശികളുടെ വലിയ സമ്പത്തുണ്ട്. ആ സമ്പത്ത് ഉപയോഗിച്ച് മുസ്ലിമീങ്ങൾ അവർ പീഡിപ്പിക്കും. അതിനാൽ തന്നെ അവർക്കെതിരിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ൽ കുറയാത്ത 40-ൽ കൂടാത്ത ഈ ആളുകളിലേക്ക്, കച്ചവട സംഘത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിനു വേണ്ടി സ്വഹാബികളോട് കൂടിയാലോചിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ മുന്നോട്ട് പോകാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വരവ് ഈ കച്ചവട സംഘത്തെ പിടിക്കുവാൻ, അവരെ നേരിടുവാനുള്ള ഈ വരവ് അബൂ സുഫിയാൻ അറിയുകയുണ്ടായി. അബൂ സുഫിയാൻ അത് ഖുറൈശികൾ അറിയിച്ചു. ഖുറൈശികളോട് പറഞ്ഞു, നിങ്ങളുടെ സമ്പത്തുമായാണ് ഞങ്ങൾ ഷാമിൽ നിന്ന് മടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഹമ്മദും കൂട്ടരും ഇത് പിടിച്ചെടുക്കുവാൻ ഞങ്ങൾക്കെതിരിൽ വരുന്നുണ്ട്, നിങ്ങൾ ബദറിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ മക്കയിൽ നിന്ന് ഖുറൈശികൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ വലിയ സൈന്യത്തോടുകൂടി ഒരുപാട് വാഹനങ്ങളുമായി സർവസന്നാഹങ്ങളുമായി ബദറിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അബൂ സുഫിയാനും കൂട്ടരും വേറെ വഴിയിലൂടെ രക്ഷപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരിക്കലും വലിയ ഒരു സൈന്യത്തെ പ്രതീക്ഷിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ൽ കൂടാത്ത ഈ ചെറിയ സംഘം, ഈ ചെറിയ കച്ചവട സംഘം, അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്വഹാബികളോട് മുന്നോട്ടിറങ്ങാൻ പറഞ്ഞത്. എന്നാൽ ആ സംഘം മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടു. എന്നാൽ അബൂജഹലും കൂട്ടരും ബദറിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അബൂ സുഫിയാൻ അദ്ദേഹം മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടപ്പോൾ അബൂ സുഫിയാൻ ഖുറൈശികളെ വിവരം അറിയിച്ചു, നിങ്ങൾ ഇറങ്ങേണ്ടതില്ല, നമ്മൾ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അബൂജഹൽ, ഫിർഔനു ഹാദിഹിൽ ഉമ്മ, അവൻ അഹങ്കാരം നടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഇനി തിരിച്ച് മക്കയിലേക്ക് പോക്കില്ല. അറബികളെ ഉറപ്പിക്കുന്നതിന് വേണ്ടി, അറബികളെ പേടിപ്പിക്കുന്നതിന് വേണ്ടി, ഒരു പാഠം നൽകുന്നതിന് വേണ്ടി ബദറിലേക്ക് തന്നെ പുറപ്പെടാം. മുഹമ്മദിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലുള്ള അവിടുത്തെ അനുയായികളെയും വകവരുത്താം, അവരെ നശിപ്പിക്കാം എന്ന ഉദ്ദേശത്തിൽ അബൂജഹൽ മുന്നോട്ടിറങ്ങി. ഖറജു മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവരുടെ വീടുകളിൽ നിന്ന് അവർ പുറത്തേക്കിറങ്ങി അഹങ്കാരം നടിച്ചുകൊണ്ട്, ഞങ്ങളെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല, ഞങ്ങൾ സർവസജ്ജനായി സർവസന്നാഹങ്ങളുമായാണ് വരുന്നത്. ജനങ്ങളുടെ മുന്നിൽ അവരുടെ ആൾപ്പരുപ്പം കാണിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നതിന് വേണ്ടി അവർ ബദറിലേക്ക് മുന്നിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് കൂടിയാലോചിച്ചു. സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇംദി ലിമാ അറാകല്ലാഹു ഫനഹ്നു മഅക്. സ്വഹാബികൾ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്താങ്ങി എന്നീ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ അനുസരിച്ചുകൊണ്ട്, അവിടുത്തെ പിൻപറ്റിക്കൊണ്ട് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അള്ളാഹു താങ്കൾക്ക് എന്തെന്നാണോ കാണിച്ചു തരുന്നത് ആ കാര്യത്തിൽ താങ്കൾ മുന്നോട്ട് പോവുക. ഫനഹ്നു മഅക്, അള്ളാഹുവിന്റെ റസൂലെ, താങ്കളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും. ചില സ്വഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, കടലിന്റെ ആഴങ്ങളിലേക്കാണ് ഞങ്ങളെ അങ്ങ് നയിക്കുന്നത് എങ്കിലും ആ കടലിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ അങ്ങയോടൊപ്പം ഉണ്ടായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സ്വഹാബികളോട് കൂടിയാലോചിച്ചു കൊണ്ടേയിരുന്നു. അൻസാരികളായ സ്വഹാബികൾക്ക് മനസ്സിലായി, അൻസാരികളായ സ്വഹാബികളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലക്ഷ്യം വെക്കുന്നത്. അൻസാരികളുമായുള്ള കരാർ മദീനയിൽ അള്ളാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും സംരക്ഷിക്കാമെന്നായിരുന്നു. ബദർ മദീനക്ക് പുറത്താണ്. അൻസാരികളായ സ്വഹാബികൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സന്തോഷകരമായി തൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബദറിലേക്ക് ഇറങ്ങുവാനുള്ള സമ്മതം നൽകി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകൾക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. മുസ്ലിമീങ്ങളുടെ വിജയത്തിന് വേണ്ടി, മുശ്രിക്കീങ്ങളുടെ പതനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ലാ നഖൂലു കമാ ഖാല ഖൗമു മൂസ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത
അദ്ദേഹത്തിനോട് പറഞ്ഞ നന്ദികേടിന്റെ വാചകങ്ങൾ ഞങ്ങൾ ആവർത്തിക്കുകയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് അവർ പറഞ്ഞു, ഇദ്ഹബ് വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന നന്ദികേടിന്റെ വാക്ക് ഞങ്ങൾ ഉച്ചരിക്കുകയില്ല. വലാകിന്നാ നുഖാതിലു അൻ യമീനിക വഅൻ ശിമാലിക വബൈന യദൈക. അല്ലാഹുവിന്റെ റസൂലേ, എന്നാൽ ഞങ്ങൾ അങ്ങയുടെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നതാണ് എന്ന് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിച്ച റാവി പറയുകയാണ്, ഫറഅയ്തു അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്റഖ വജ്ഹുഹു വസറ. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ഈ വാക്ക് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അത് വെട്ടിത്തിളങ്ങി. ആ സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമുണ്ടാക്കി എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ച റാവി പറഞ്ഞതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, സീറു വഅബ്ശിറു, നിങ്ങൾ സഞ്ചരിക്കുക, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഫഇന്നല്ലാഹ വഅദനി ഇഹ്ദ ത്വായിഫതൈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രണ്ടാൽ ഒരു സംഘത്തെ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ അബൂ സുഫിയാനിന്റെ കച്ചവട സംഘം, അതല്ലെങ്കിൽ ഖുറൈശികളുടെ സംഘം. ഈ രണ്ട് കൂട്ടരിൽ ഏതെങ്കിലും ഒരു കൂട്ടരെ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇറക്കം, ഈ സഞ്ചരിക്കൽ അതൊരിക്കലും വെറുതെയാവുകയില്ല. നിങ്ങൾ സഞ്ചരിക്കൂ, നിങ്ങൾ സന്തോഷിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, വല്ലാഹി ലകഅന്നി അൻദുറു ഇലാ മസാരിഇൽ ഖൗം. അല്ലാഹു തന്നെയാണ് സത്യം, ഖുറൈശികളിലെ നേതാക്കൾ മരിച്ചു വീഴുന്ന സ്ഥലം ഞാൻ കാണുന്നത് പോലെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് കാണിച്ചു കൊടുത്തു, ഇവൻ ഇവിടെയാണ് മരിച്ചു വീഴുക. ഖുറൈശികളിൽ ഉള്ള നേതാക്കന്മാർ ഇവിടെയാണ് മരിച്ചു വീഴുക എന്ന് പറഞ്ഞ് അവർ മരിച്ചു വീഴുന്ന സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് കാണിച്ചു കൊടുത്തു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്ന് ഒരടി വ്യത്യാസമില്ലാതെ ഖുറൈശികളിലെ നേതാക്കന്മാർ മരിച്ചു കിടക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വളരെ ചെറിയ സംഘമായിരുന്നു. മുസ്ലിമീങ്ങൾ ബദറിലേക്ക് ഇറങ്ങി. 300-ൽ പരം ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉള്ളത്. 100-ൽ പരം മുഹാജിറുകളും ബാക്കിയുള്ള അൻസാറുകളുമായിരുന്നു. എല്ലാം കൊണ്ടും ദുർബലരായ ഒരു സംഘം. 2 കുതിരയും അതുപോലെ തന്നെ 70 ഒട്ടകങ്ങളുമാണ് ഉണ്ടായിരുന്നത്. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയും അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയും. ഓരോ ഒട്ടകത്തിന്റെ മേലും 3 വീതം ആളുകൾ വെച്ചാണ് ബദറിലേക്ക് മുസ്ലിമീങ്ങൾ പുറപ്പെട്ടത്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ഒട്ടകത്തിന്റെ മേലെയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും ഒരു ഒട്ടകത്തിന്റെ മേലായിരുന്നു. ഇങ്ങനെ പ്രയാസപ്പെട്ട് ഒട്ടിയവരായി ബുദ്ധിമുട്ടുകൾ സഹിച്ച് റമദാനിലാണ് അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങൾ, ഇതിൽ നമുക്ക് വലിയൊരു പാഠം എന്നാൽ ഈ ചെറിയ സംഘം അവരെക്കാൾ 3 ഇരട്ടിയിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഖുറൈശികളുടെ സംഘം. യുദ്ധം അതിന് വരുന്ന ഖുറൈശികളുടെ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും സംഘത്തിനേക്കാൾ 3 ഇരട്ടിയിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള പടയാളികൾ കുറവാണ്, വാഹനം കുറവാണ്, ആയുധങ്ങൾക്ക് മൂർച്ചയില്ല. എന്നാൽ 1000-ൽ വരുന്ന ശത്രു സൈന്യം അവരുടെ കയ്യിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ആയുധങ്ങളുണ്ട്, സന്നാഹങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വഹാബികളുടെ ഈമാൻ കൊണ്ട്, അവരുടെ അടിയുറച്ച തവക്കുൽ കാരണം, അവരുടെ തൗഹീദ് കാരണം,
തെളിമയാർന്ന ആദർശം കൊണ്ട് അവർക്ക് പകരം നൽകിയത് തുല്യതയില്ലാത്ത വിജയമായിരുന്നു. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ല. ഭൗതികമായ കാരണങ്ങളൊന്നുമല്ല മുസ്ലിമീങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം. മുസ്ലിമീങ്ങളുടെ വിജയം റബ്ബിൽ നിന്നുള്ളതാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലത്തുൻ ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ വളരെ ദുർബലമായ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നിങ്ങളെ സഹായിച്ചു. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനോട് നന്ദിയുള്ള ആളുകളാകുന്നതിനു വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈമാനിന്റെ പ്രതിഫലമായിക്കൊണ്ട്, തവക്കുലിനുള്ള സദ്ഫലമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും. സ്വഹാബികൾക്കുള്ള സന്തോഷ വാർത്തയായിരുന്നു ബദറിന്റെ വിജയം. സ്വഹാബികളുടെ മനസ്സിനുള്ള സമാധാനമായിരുന്നു ബദറിന്റെ വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമാണ് വിജയം പ്രതീക്ഷിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അല്ലാഹു വിജയം വാഗ്ദാനം ചെയ്തിട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. മറ്റൊരു പാഠമാണത് സഹോദരങ്ങളെ. പ്രാർത്ഥനയുടെ വിഷയം എത്രത്തോളം ശ്രദ്ധിക്കണം, പ്രാർത്ഥന എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു എന്നതിനുള്ള വലിയ ഉദാഹരണമാണ് ബദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകൾക്കെതിരിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവിടുത്തെ കക്ഷത്തിലെ വെളുപ്പ് കാണുമാർ അവിടുത്തെ കൈകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവിടുത്തെ മേൽമുണ്ട് തോളത്ത് നിന്ന് താഴേക്ക് വീഴുന്നിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അല്ലാഹുമ്മ അൻജിസ് മാ വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അല്ലാഹുവേ എനിക്ക് പൂർത്തീകരിച്ച് നൽകണമേ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുവേ എനിക്ക് നീ വാഗ്ദാനം ചെയ്തത് എനിക്ക് നീ നൽകണമേ എന്നിങ്ങനെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ആധിക്യം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ പോയി പറയണം, അല്ലാഹുവിന്റെ റസൂലേ വിജയം എന്ന അടുത്തു തന്നെയുണ്ട്, നമുക്കാണ് വിജയമുള്ളത്. അല്ലാഹുവിന്റെ റസൂലെ പ്രാർത്ഥിച്ചത് മതി എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും അല്ലാഹു തുല്യതയില്ലാത്ത വിജയം അവർക്ക് നൽകി. വലിയ വിജയം. മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളവസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് പൊടിപാറിച്ചുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക്, ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തുടരെയുള്ള ആയിരക്കണക്കിന് മലക്കുകൾ മുസ്ലിമീങ്ങളുടെ സൊഫിൽ ബദറിൽ പോരാടുന്നതിന് വേണ്ടി ഇറങ്ങി വന്നു. അല്ലാഹുവിന്റെ സഹായമുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ അവരെ ശൈത്താൻ വഞ്ചിച്ചു കളഞ്ഞു. ശൈത്താനിന്റെ വഞ്ചന ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബദറിന് വേണ്ടി അബൂജഹൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. അബൂ സുഫിയാൻ പോയിക്കോഞ്ഞ് വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടും കിബർ നടിച്ച് അബൂജഹൽ വരുന്നതിനുള്ള കാരണം ശൈത്താനിന്റെ വഞ്ചനയാണ്. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ إِنِّي جَارٌ لَكُمْ. ശൈത്താൻ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് അലങ്കാരമുള്ളതാക്കി തോന്നിച്ചു കൊടുത്തു. ശൈത്താൻ പറഞ്ഞു, നിങ്ങൾ അതിജയിക്കാൻ ഇന്ന് ആരാണുള്ളത്? നിങ്ങളെക്കാൾ സന്നാഹങ്ങളും സൗകര്യമുള്ള സൈന്യം വേറെ ആരാണുള്ളത്? ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ശൈത്താൻ അവരെ വഞ്ചിച്ചു കളഞ്ഞു. അങ്ങനെ ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈ വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗൻ
ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. രണ്ട് സംഘവും കൂട്ടിമുട്ടിയപ്പോൾ, യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ശൈത്താൻ പിന്തിരിഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണാത്തത് പലതും ഞാൻ കാണുന്നുണ്ട്. മലക്കുകൾ ഇറങ്ങി വരുന്നത്, മലക്കുകൾ പോരാടുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞവൻ പിന്തിരിഞ്ഞു കളഞ്ഞു. അള്ളാഹുവിനെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു ശൈത്താൻ അവരെ വഞ്ചിച്ചു കളഞ്ഞു. ശൈത്താനിന്റെ വഞ്ചന ഇപ്രകാരമാണ്. മനുഷ്യൻ അവൻ തിന്മകളിലേക്ക് എത്തിക്കും, കുഫ്റിലേക്ക് എത്തിക്കും. തിന്മകളിലേക്ക്, കുഫ്റിലേക്ക് മനുഷ്യൻ അവൻ എത്തിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ കൈയൊഴിയും. പിന്നെ മനുഷ്യന്റെ മനസ്സിൽ അവൻ ഖേദമുട്ടുകൊടുക്കും. ഇത് ശൈത്താനിന്റെ വഞ്ചനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് ബദറിൽ വളരെ പ്രകടമായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളോട് ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആകാശഭൂമിയോളം വിശാല വിസ്തീർണമുള്ള പ്രവിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ എഴുന്നേറ്റു വരൂ. സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, പ്രവിശാലമായ ആകാശഭൂമിയോളം വിശാല വിസ്തീർണമുള്ള സ്വർഗമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, ആകാശഭൂമിയോളം വിശാല വിസ്തീർണമുള്ള പ്രവിശാലമായ സ്വർഗം തന്നെയാണ്. നിങ്ങളുടെ പ്രതിഫലം അതാണ്. ഉമൈർ ഇബ്നുൽ ഹമാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഒരു ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അദ്ദേഹം രണഭൂമിയിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും ഷഹീദാകുന്നത് വരെ പോരാടുകയും ചെയ്തിരിക്കുകയാണ്. സ്വർഗം അത് വാഗ്ദാനമുണ്ട് എന്നറിഞ്ഞപ്പോൾ സ്വർഗത്തിനു വേണ്ടി സഹാബികൾ ധൃതി കൂട്ടിയ ചരിത്രം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകുകയും മുശ്രിക്കുകളെ അപമാനിതരാക്കുകയും ചെയ്തു. മക്കയിലെ മുശ്രിക്കുകൾ അവർ വളരെ നിന്ദ്യതയോടുകൂടി അവർ മക്കയിലേക്ക് മടങ്ങി. 70ഓളം ആളുകളെ അവർ വധിക്കുകയും, മുസ്ലിമീങ്ങൾ വധിക്കുകയും 70ഓളം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മക്കയിലെ മുശ്രിക്കുകളുടെ നേതാക്കന്മാർ അവർ നശിച്ചു വീഴുന്നത് സഹാബികൾ കാണുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ 14ഓളം സഹാബികൾ ഷഹീദായി. 6ഓളം മുഹാജിറുകളും അതുപോലെ തന്നെ 8ഓളം അൻസാരികളുമായിരുന്നു അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഏവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. വഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. ബദറിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിശ്വാസ കാര്യങ്ങളിലെ അടിസ്ഥാനങ്ങളിൽ പെട്ടതായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാമായിരുന്നു. അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു. ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായി ഒരു പ്രാർത്ഥിച്ചിരുന്നു. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് അബൂജഹലിന്റെ പ്രാർത്ഥന. അബൂജഹൽ അവൻ അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് فأمطر علينا حجارة من السماء أو ائتنا بعذاب أليم. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സത്യമെങ്കിൽ, മുസ്ലിമീങ്ങളുടെ ഭാഗത്തുള്ളതാണ് സത്യമെങ്കിൽ, അല്ലാഹുവേ ഞങ്ങളുടെ മേൽ നീ ചരൽക്കൽ വർഷം നടത്തണമേ, അതല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അബൂജഹൽ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചിരുന്നത്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മുശ്രിക്കുകൾ അവർ പരാജിതരാകുന്നതിനായി അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ അബൂജഹൽ വീണ്ടും
അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായി കാണാം. അല്ലാഹുമ്മ അഖ്തഅനാ റഹിം വആതാനാ ബിമാ ലാ യുഅറഫ്. അല്ലാഹുവേ, മുഹമ്മദ് അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബബന്ധം മുറിച്ചവനാണ്. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വേറൊരു ദീൻ അത് കൊണ്ടുവന്നവനാണ്. അതുകൊണ്ട് ഫഅഹ്രിൽ ഗദാ, അവനെ നീ നശിപ്പിക്കണമേ എന്ന് അബൂജഹൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പൊ നോക്കൂ, മക്കയിലെ മുശ്രിക്കുകൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത്, യുദ്ധങ്ങൾ ഉണ്ടായത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല. അള്ളാഹുവിനോടൊപ്പം അവർ വിഗ്രഹങ്ങളെയും മരിച്ചുപോയ അമ്പിയാക്കളെയും സാലിഹീങ്ങളെയും അവർ ആരാധിച്ചു പോന്നു എന്നുള്ളത് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബദരീങ്ങൾക്ക് ശ്രദ്ധതയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികൾ, അവർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബികൾ ബദരീങ്ങളായ സ്വഹാബികളാണ്. ബദരീങ്ങളായ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ബദറിൽ ഷഹീദായ സ്വഹാബികൾ മാത്രമല്ല, മറിച്ച് ബദറിൽ പങ്കെടുത്ത എല്ലാ സ്വഹാബിമാരും അതിൽ ഉൾപ്പെടും. അവർക്ക് ശ്രേഷ്ഠതയുണ്ട്. അത് പ്രത്യേകം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ശ്രേഷ്ഠതകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ബദരീങ്ങളെ വിളിച്ചു തേടുവാനോ അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഇടത്തേട്ടം തേടുവാനോ പാടില്ല. ബദർ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു സന്ദേശമാണ് പ്രാർത്ഥനകളും സഹായത്തേട്ടങ്ങളും ഇസ്തിഗാസയുമെല്ലാം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നത് ബദർ നമുക്ക് നൽകുന്ന വലിയ പാഠമാണ്. കാരണം ബദരീങ്ങൾ ഇസ്തിഗാസ നടത്തിയത് അള്ളാഹുവിനോട് മാത്രമാണ്. അള്ളാഹു പറഞ്ഞു, ഇദ് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനോട്, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടെങ്കിലും ഇസ്തിഗാസ നടത്താമെങ്കിൽ, അങ്ങനെ ഇസ്തിഗാസ നടത്തുന്നത് നല്ലതാണ് എങ്കിൽ, അത് ഉത്തമമായ കാര്യമാണ് എങ്കിൽ, സ്വഹാബികളും അള്ളാഹുവിന്റെ റസൂലും ബദറിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയേനെ. പക്ഷെ അങ്ങനെ നടത്തിയിട്ടില്ല. ഇസ്തിഗാസ എന്നുള്ളത് ഇബാദത്താണ്. അത് അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും പാടില്ല. പ്രാർത്ഥനകൾ, സഹായത്തേട്ടങ്ങൾ, ഇസ്തിഗാസ ഇതെല്ലാം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ബദർ നമുക്ക് നൽകുന്ന വലിയ പാഠം. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ പാഠം നമുക്ക് പഠിപ്പിച്ചു തന്ന അതേ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, അതേ ബദരീങ്ങളോട് ഇസ്തിഗാസ നടത്തുവാൻ എങ്ങനെയാണ് ഈ ബദറിന്റെ പേരിൽ ചെയ്യുവാൻ മുസ്ലിമീങ്ങൾക്ക് സാധിക്കുക? ഇല്ല, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പ്രയാസമുണ്ടാകുമ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചു തേടി, ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ മുസ്ലിമീങ്ങളായ സാധാരണക്കാർ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ വിളിക്കേണ്ടതിന് പകരം എന്റെ ബദരീങ്ങളെ, ഞങ്ങളുടെ ബദരീങ്ങളെ എന്നുരുവിടുന്ന എത്ര വാചകങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് ഇടത്തേട്ടം തേടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അങ്ങനെ ഒരു ഇടത്തേട്ടം പഠിപ്പിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയാൽ തുണ റബ്ബന, ഇസ്മായിൽ നബിയാൽ തുണ റബ്ബന, ഇങ്ങനെയുള്ള ഇടത്തേട്ടങ്ങൾ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് എതിർത്തേട്ടം തേടാമെന്നല്ലാതെ മരിച്ചു മൺമറഞ്ഞു പോയ സ്വാലിഹീങ്ങളുടെയും അമ്പിയാക്കളെയും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഒരു തേട്ടം ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ യാ അഹ്ല ബദരിൻ ശുഹദാ, ബദർ ശുഹദാക്കളെ എന്ന് വിളിച്ചു നിങ്ങൾ തേടിക്കോളൂ. സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി, പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടി, ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾ അങ്ങനെ വിളിച്ചോളൂ എന്ന് ജനങ്ങൾക്ക് ഇത്തരം ബദർ മാലകളിലൂടെയും മൗലിദുകളിലൂടെയും പഠിപ്പിച്ചു കൊടുക്കാണ് ബദർ യുദ്ധത്തിന്റെ പേരിൽ. എന്നാൽ സഹോദരങ്ങളെ, ബദർ നൽകുന്ന ഏറ്റവും വലിയ പാഠം തന്നെ അതിന് വിപരീതമാണ്. ഇസ്തിഗാസ അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ
എന്നതാണ് സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ബദറിലൂടെ. ഇത് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹുവിനോടല്ലാത്ത മറ്റാളുകളോട് വിളിച്ചു തേടാം എന്ന വിഷയത്തിന് ആളുകൾ പല രൂപത്തിലാണ്. ചിലർ വ്യക്തമായി തന്നെ പറയുന്നു, ഞങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ പറയുന്നു. ഇത് ശിർക്കാണ്. ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെന്താണ് ശിർക്ക്? പ്രാർത്ഥന എന്നുള്ളത് ആരാധനയാണ്. ആരാധന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ആ അള്ളാഹുവിനോട് മാത്രമുള്ള ആരാധന അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചുവിട്ടാൽ അവിടെ ശിർക്കാകും. ഇനി മറ്റു ചിലർ അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് ന്യായമായി അവർ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് ഞങ്ങൾ ഇസ്തിഗാസ നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി ബദർ യുദ്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ പ്രാർത്ഥനയല്ല നടത്തുന്നത്, ഇസ്തിഗാസയാണ് നടത്തുന്നത് എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ദറജയുള്ള, കൂടുതൽ ഗൗരവകരമായ കാര്യമാണ് ഇസ്തിഗാസ. എന്നാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കേവലം ചോദ്യമാണ് എങ്കിൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് അപ്പോൾ തന്നെ കരകയറ്റണം എന്ന തേട്ടമാണ് ഇസ്തിഗാസ. പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആളുകളോട് നടത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇസ്തിഗാസ എങ്ങനെയാണ്? പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ഗൗരവമുള്ള ഇസ്തിഗാസയുടെ കാര്യം എങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് നടത്തുവാൻ സാധിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് ബദരീങ്ങളോട് സ്നേഹമുള്ള മുസ്ലിമീങ്ങളെ, ബദരീങ്ങളോട് സ്നേഹമുള്ള മുസ്ലിമീങ്ങളെ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രമാണ് ഇസ്തിഗാസ നടത്തിയത്. അവരോട് ഇസ്തിഗാസ നടത്തുക എന്നുള്ളത്, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരിക്കലും അവർ തൃപ്തിപ്പെടാത്ത കാര്യമാണ്. നമ്മുടെ നാടുകളിൽ റമളാൻ 17 ബദരീങ്ങളുടെ ആണ്ട് എന്ന പേരിൽ, ബദർ ദിനം എന്ന പേരിൽ, ബദരീങ്ങളുടെ പേരിൽ നേർച്ചകളും വഴിപാടുകളും അന്നദാനവും എല്ലാം നടത്തുന്നതായി കാണാം. ഇതൊന്നും ഇസ്ലാമിൽ യാതൊരു മാതൃകയുമില്ലാത്ത കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബദർ യുദ്ധത്തിന് ശേഷം ബദരീങ്ങളായ സ്വഹാബികൾ തന്നെ ഒരുപാട് കാലം ജീവിച്ചു. ബദരീങ്ങളുടെ നേതാവായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. അവർക്ക് പ്രയാസങ്ങളും രോഗങ്ങളും ബദരീങ്ങൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ അവർ അള്ളാഹുവിനോടാണ് തേടിയത്, മരിച്ചുപോയ ബദരീങ്ങളോട് തേടിയിട്ടില്ല. ബദർ യുദ്ധത്തിന് ശേഷം ഇത്രയും കാലം സ്വഹാബികളും അള്ളാഹുവിന്റെ റസൂലും ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു റമളാൻ 17 പോലും ബദരീങ്ങളുടെ പേരിൽ ഒരു ആണ്ട് അവർ നടത്തിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. അതിന്റെ പേരിൽ പ്രത്യേകം ഒരു അന്നദാനം നടത്തിയതായി കാണാൻ സാധിക്കുകയില്ല. ബദരീങ്ങളുടെ പേരിൽ ഒരു നേർച്ചയോ ബദരീങ്ങളുടെ പേരിൽ ഒരു അറവോ സ്വഹാബത്തോ അള്ളാഹുവിന്റെ റസൂലെ നടത്തിയിട്ടില്ല. നേരെ മറിച്ച് ബദരീങ്ങളുടെ പേരിൽ നേർച്ച നടത്തുന്നത്, ബദരീങ്ങളുടെ പേരിൽ അറവ് നടത്തുന്നത് അത് ശിർക്കാണ്. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾക്ക് വേണ്ടി ബലിയറുക്കുന്നവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും റബ്ബിന് വേണ്ടി ബലിയറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ബദരീങ്ങൾക്ക് വേണ്ടി ബദരീങ്ങളുടെ പേരിൽ ബലിയറക്കൽ അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതെല്ലാം തന്നെ ഇബാദത്താണ്. അത് അല്ലാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കുവാൻ പാടുള്ളൂ എന്നാണ് ബദരീകൾ നമ്മളെ പഠിപ്പിച്ചതും ബദറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശവും പാഠവും അതാണ്. ഇങ്ങനെ ഇരിക്ക സഹോദരങ്ങളെ, എങ്ങനെയാണ് ബദറിന്റെ പേരിൽ ബദരീങ്ങൾ തൃപ്തിപ്പെടാത്ത, അവർ പോരാടിയ ആദർശം എന്താണോ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ബദറിന്റെ പേരിൽ ആചരിക്കാൻ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക്, ബദരീങ്ങളോട് സ്നേഹമുള്ള മുസ്ലിമീങ്ങൾക്ക് സാധിക്കുക? അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ആചാരവുമായി ബന്ധപ്പെട്ട്, ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് ബദരീങ്ങളുടെ പേരുമെല്ലാം അറുത്ത് വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണം അത് നമ്മൾ കഴിക്കാൻ പാടില്ല. അതുമായി യാതൊരു സഹകരണവും നമുക്ക് പാടില്ല. ചില ആളുകൾ പറയുന്നത് ഭക്ഷണമല്ലേ, ഭക്ഷണത്തിനോട് എന്തിനാണ് നമുക്ക് വെറുപ്പ്?
ഭക്ഷണം കിട്ടാത്ത എത്രയോ ആളുകളില്ലേ? നമ്മൾ അതിനൊക്കെ എന്തിനാണ് എതിർക്കുന്നത് എന്ന് പറയും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടത് ഒരു മുസ്ലിമിന് കഴിക്കാൻ പാടില്ല. ദീനിന്റെ ആദർശത്തിന് വിരുദ്ധമായ കാര്യങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന ഒരു ഭക്ഷണവും ഒരു പാനീയവും കുടിക്കുവാനോ കൊടുക്കുവാനോ അതുമായി സഹകരിക്കുവാനോ ഒരു മുസ്ലിമിന് പാടില്ല. ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബദർ നൽകുന്ന ഏറ്റവും വലിയ പാഠങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ചരിത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല രൂപത്തിൽ പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തിലേക്ക് പകർത്തി ജീവിക്കുന്ന ആളുകൾ അവരാണ് സൗഭാഗ്യവാന്മാർ. അവരിലാണ് മാറ്റമുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കുവാനും ബാത്തിലിനെ മനസ്സിലാക്കുവാനും അതിനെ വർജിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബദരീങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ബദരീങ്ങൾ സഞ്ചരിച്ച അതേ ആദർശത്തിൽ സഞ്ചരിക്കുവാൻ, അതേ ആദർശത്തിലായി മരിക്കുവാൻ, എന്നിട്ട് ആ ബദരീങ്ങൾ പോയ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.